back to my channel. അപ്പോൾ ഗൈസ് നമ്മളിന്ന് ഡൈനോ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഗൈസ് നമ്മുടെ ഹൈ സ്കോർ 712 ആണ്. ഗൈസ് ഇന്ന് നമ്മൾ പൊട്ടിക്കാനുള്ളതാണ്. ഗൈസ് ആദ്യം തന്നെ ചത്തു, അത് സാരമില്ല. ഗൈസ് നമ്മൾ ഒത്തിരി ദിവസമായിട്ട് കളിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ചാവുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ത്രില്ല് കിട്ടുവാണെങ്കിൽ പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓ ഗൈസ് നമ്മൾ 105 ആണ് നമ്മൾ ചത്തത്. ഓ ഗൈസ് നമ്മുടെ സെക്കൻഡ് 82 ആണ്. ഗൈസ് നമ്മൾ 712 എത്തിയപ്പോൾ എങ്ങനെയാണ് ചത്തതെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീൻ ഫുള്ള് ബ്ലാക്ക് ആയിട്ട് ഈ ഡൈനോസർ മാത്രം വൈറ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ഡൈനോസർ മാത്രം ബ്ലാക്കും ബാക്കി എല്ലാ ഏരിയയും വൈറ്റ് ആണ്. അപ്പം 712 ആയപ്പോൾ അത് ചേഞ്ചായി, ഡൈനോസർ വൈറ്റും ബാക്കി എല്ലാ സ്ഥലവും ബ്ലാക്കും ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് പേടിച്ചു പോയപ്പോൾ നമ്മൾ കാക്ടസിൽ പോയി അടിച്ചു. അങ്ങനെയാണ് നമ്മുടെ 712 ഹൈ സ്കോർ ഉണ്ടായത്. ഞാൻ യൂട്യൂബിലൊന്നും ഇടാൻ പറ്റാത്തപ്പോഴും യൂട്യൂബ് കാണാൻ പറ്റാത്തപ്പോഴുമാണ് ഇതിപ്പോൾ കളിക്കുന്നത്. നമ്മുടെ ഹൈ സ്കോർ 400 ആയി. ഇനി 200 മതി. 600 ഗൈസ്. ഓ ഗൈസ് ജസ്റ്റ് മിസ്സാവുന്നത്. ഗൈസിനാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയെന്ന്. നൈറ്റ് ടൈമായി. ഓ ഗൈസ് ക്ലോസ് ആയിരുന്നു. ഷോ ഗൈസ് നമ്മുടെ ഹൈ സ്കോർ പൊട്ടിച്ചു കഴിഞ്ഞു. നമ്മുടെ ഗോള് നമുക്ക് റെഡിയായി. നമുക്ക് കുറച്ച് നേരം ഹിൽ ക്ലൈംബർ റേസ് കളിക്കാം. അപ്പോൾ ഗൈസ് ഹിൽ ക്ലൈംബർ റേസ് കളിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം. ട്രാക്ടറാണ് എടുക്കുന്നത്. അപ്പോൾ ഗൈസ് ഈ വീഡിയോയിൽ നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ഒരു കാശ് ഉണ്ടാക്കും. അപ്പോൾ ഗൈസ് നമ്മൾ 350 ആണ് നമ്മൾ ഈ ഒരു പോലീസ് കാറാണ് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇന്ന് അൺലോക്ക് ചെയ്യാൻ ഇനിയും കുറേ കാശ് വേണം. നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കാശ് ഉണ്ടാക്കാം. നമുക്ക് എടുക്കാം. ഹൈവേ എടുക്കാം. ഗ്യാസ് കടയിൽ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം നമുക്ക് വേറെ ഒരു ടാസ്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100K വെച്ച് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ്
നമ്മളിപ്പോൾ പെട്ടെന്ന് ചത്തത് 1000 കിട്ടിയുള്ളൂ. ഞാൻ പറഞ്ഞ ചലഞ്ച് ഇതാണ്. ഞാൻ പറഞ്ഞ ചലഞ്ച് നമ്മൾ ഓൾറെഡി 18 തീർച്ചെടുത്ത് ഇനി 25 എണ്ണത്തിന് 18 കാശെല്ലാം പ്രധാനം. നമുക്ക് ഫ്യൂവലാണ് പ്രധാനം. കാരണം ഫ്യൂവലും കൊണ്ട് ജസ്റ്റ് 25 ഫ്യൂവൽസ് കൊണ്ട് നമുക്ക് 100 ഫ്യൂവലാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കൊരു 20 എണ്ണം ആയിട്ടുണ്ടാവും. നമുക്ക് 500 പോയിട്ടൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഭയങ്കര കോമൺ ആണെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിലോട്ട് അതാണ് പ്രധാനം. സ്റ്റക്കായി പോയി. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്യൂവല് ലോ ആയിപ്പോയി. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുത്തപ്പോൾ നമ്മൾ തിരിഞ്ഞു പോയി. അപ്പം നമുക്കിപ്പോൾ 1000 പോയിൻറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ റിവാർഡ് ഗെയിം ചെയ്യാം. നമുക്ക് ഈസി ആയിട്ട് 100K കിട്ടി ഗൈസ്. 100K കിട്ടി. ഇതിന് 2 ഹാർവെസ്റ്റ് ചെയ്യാം. എൻ്റെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ 2 ഇതാണ് ഹാർവെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ 2 ഇവിടെ എത്ര പെട്ടെന്നാണ് സാധാരണ ഭയങ്കര പാടാണ് ഹാർവെസ്റ്റ് ഒക്കെ പിടിക്കാൻ. പക്ഷെ ഇതെല്ലാം ഭയങ്കര എളുപ്പമാണ്. ഹാർവെസ്റ്റ് എന്ന് പറയുന്ന ഇതല്ല വേറെ ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പം റാഡിഷ് ആയിരിക്കും. ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് പൊട്ടേറ്റോ അല്ല, റാഡിഷ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ട്രോഫി ട്രക്കിന് നല്ല പവറുണ്ട്. നല്ല സ്മൂത്തായിട്ട് ഓഫ്റോഡൊക്കെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. റാഡിഷിൽ എത്രയും പെട്ടെന്ന് തന്നെ കിട്ടുക. 2 റാഡിഷ് കിട്ടിയിട്ടുണ്ട്, 3 എണ്ണം പൊട്ടിച്ചിട്ടുണ്ട്, 4-5 എണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. നോക്കാം ഏതാണ് ഹാർവെസ്റ്റ് എന്ന് നമുക്കറിയില്ല. നോക്കാം ഹാർവെസ്റ്റ് ചെയ്യാൻ ആയിട്ടില്ല. ഇത് ഈസി ഒന്നാണ് ഇത് പറയുന്നത്. പക്ഷെ നമുക്ക് 1% ഭയങ്കര ഹാർഡാണ്. ഇവിടെ ഹൈ സ്കോർ തന്നെ 530 830.
ഈ ചലഞ്ച് വേണ്ട. നമുക്ക് ഹാർവെസ്റ്റ് എന്താണെന്ന് അറിയാൻ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യോ. ഇത് ഗ്ലിച്ചായി തോന്നുന്നു. ഗ്ലിച്ചായി. പക്ഷേ 300 meters ആക്കുകയാണെങ്കിൽ നമുക്ക് 180 മെഡൽ ഗൈസ്. നമുക്ക് ഡെയിലി വേണ്ടിയിട്ട് പോകാം. നൈറ്റ് ടൈമാണ്. നമ്മുടെ റേസിംഗ് കാർ എടുക്കണ്ടായിരുന്നു. കാരണം റേസിംഗ് കാറിന് ഭയങ്കര സ്പീഡാണ്. കണ്ടോ, പെട്ടെന്ന് തന്നെ ഈ മീറ്റേഴ്സ് എല്ലാം കയറി വരുവാണ്. ഒറ്റയടിക്ക് തന്നെ 200 ആയി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആവും. റേസിംഗ് കാർ റേസ് ചെയ്യാനുള്ളതുകൊണ്ട് ഭയങ്കര സ്പീഡാണ്. എയർ ടൈമൊക്കെ ഒത്തിരി ആവുന്നുണ്ട്. എയർ ടൈം അല്ല പ്രധാനം. നമ്മുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ പെട്രോൾ ഒത്തിരി ദൂരം പോകാനുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് പോകുന്നത് നല്ലതാണ്. പക്ഷെ റിസ്കി കൂടുതലാണ് ചാവാനുള്ളത്. പെട്ടെന്ന് തന്നെ കളിക്കുക. ഞാനൊന്നും തുറന്നില്ല, ബ്രേക്ക് മാത്രമേ തുറന്നുള്ളൂ. നമ്മുടെ തല പൊട്ടിച്ചു. പക്ഷെ ഭയങ്കര സ്മൂത്തൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ ആയിപ്പോയത്. നമുക്ക് സൂപ്പർ ഡീസൽ 4x4 ആക്കാം. ലൈറ്റ് വെച്ച് തരും. അങ്ങനെയാണ് നമുക്കെല്ലാം കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് വർക്കാവില്ല. പക്ഷെ നമ്മുടെ വാനിന് പറ്റും. എന്തായാലും ഭയങ്കര കഷ്ടമായി പോയി. പോലെ പോയിട്ട് നമ്മുടെ മുമ്പിൽ അടുത്തെത്തിയിട്ട് തന്നെ നമ്മൾ തുറച്ചു പോയിട്ട് ഒരു നൈട്രോ മേടിക്കാം. നൈട്രോ എന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും.
നമുക്ക് മോർ ഫ്യൂവലുണ്ട്. ഫ്യൂവല് മോറായിട്ട് അത് കുറേ ഫ്യൂവൽ ഔട്ട് ഓഫ് ഫ്യൂവലായി പോയി. നമ്മുടെ റേസിംഗ് കാർ ഇത്രയും നേരം കൊണ്ട് തന്നെ 300 ഒക്കെ ആയി. അതുകൊണ്ടൊക്കെ 300 എത്തുന്നു. റേസിംഗ് കാറിന് ഭയങ്കര സ്പീഡാണ്. എൻ്റെ പേര് തന്നെ റേസിംഗ് കാർ ഭയങ്കര സ്പീഡാണ്. നമുക്ക് ഡയമണ്ട് ഒന്നും പ്രധാനമല്ല. ബൂസ്റ്റ് ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല. നമുക്ക് ഒരു പോലീസ് കാറാണ് നമുക്ക് മേടിക്കേണ്ടത്. കേസ് ഓഫ് എമർജൻസി കോൾ 555 നെക്സ്റ്റ്. നമുക്ക് ഈ പോലീസ് കാർ എത്ര നമുക്ക് എടുക്കണം? റേസ് കാർ തന്നെ എടുക്കാം. നമ്മൾ ബ്രേക്ക് പോലും തുടങ്ങില്ല. ഈ വണ്ടി റിയൽ ലൈഫ് ആയിരുന്നെങ്കിൽ ഇത്രയും പോലും ഉണ്ടാവില്ലായിരുന്നു. നമുക്ക് റേസിംഗ് കാർ 3 ഇട്ട് നോക്കാം. എന്തായാലും പറഞ്ഞു.
റോക്കറ്റ് നമ്മൾ സാധനം മേടിച്ചിട്ട് ഒന്നിനും ഉപയോഗം ഉണ്ടായിരുന്നില്ല. നല്ല വണ്ടിയാണ്. ഗൈസ് ഫാസ്റ്റ് ബൈക്കിന് 3 മില്യൺ ഗൈസ്. ഈ വണ്ടിയും ഈ ഒരു വണ്ടിയും എന്താണ് സ്പേസ് കൊടുക്കാനുള്ളതാണ്. നമ്മൾ അവസാനം സാന്റാക്ലോസിന്റെ വണ്ടിയാണ് നല്ലത്. അത് ചീപ്പറാണെങ്കിൽ വലിയ ഇതൊന്നും ഉണ്ടാവില്ല. മൂന്നിൽ നമ്മൾ എപ്പോഴും എടുക്കുന്നതെന്ന് വെച്ചാൽ മൂന്നിൽ പോവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാരണം മൂന്നിൽ പെട്ടെന്ന് തന്നെ ഗ്രാജ് എന്ന് പറഞ്ഞാൽ പറക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ മൂന്നെടുത്തത്. പെട്ടെന്ന് ഒത്തിരി കാശുണ്ടാക്കണം. മുകളില് ക്ലിപ്പെടുക്കുന്ന വെച്ചാൽ ഭയങ്കര വിഷയമാണ്. ഇത് ഞാൻ പറയില്ല. പോസിബിൾ ആക്കും.
അർത്ഥം എന്തോന്ന് നോക്കാം. യൂട്യൂബിൽ തന്നെ നോക്കാം. ഹാർവെസ്റ്റ് എന്തോന്ന് മനസ്സിലായില്ല. How to complete 2 harvest in hill climb race. ഗൈസ്, ഞാൻ ശരിക്കും പറയുകയാണ്, എനിക്ക് ഹാർവെസ്റ്റ് എന്തുകൊണ്ടൊന്നും മനസ്സിലായില്ല. ഹാർവെസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ച കൃഷിയെല്ലാം പൊളിക്കുന്നതാണ് ഹാർവെസ്റ്റ് എന്നാണ്. ഗൈസ്, അതല്ല ഹാർവെസ്റ്റ്. ഇപ്പോൾ ഗൈസ്, നമുക്ക് ഹാർവെസ്റ്റ് എന്തോന്ന് യൂട്യൂബിൽ നോക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഹൗ ടു ഡു ഹാർവെസ്റ്റ് ഇൻ ഹിൽ ക്ലൈംബ് റേസ്. ഗൈസ്, വർക്കാവുന്നില്ല എന്നാണ് തോന്നുന്നത് ഗൈസ്. കാരണം നമ്മളിന്ന് രാവിലെ തന്നെ നമ്മുടെ എല്ലാ മൊബൈൽ ഡേറ്റയും കളഞ്ഞു ഗൈസ്. നമുക്ക് ഹാർവെസ്റ്റ് കിട്ടുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് പേപ്പറായി നമുക്ക് കുറച്ച് നേരം കളിക്കാം. കാരണം നമുക്ക് ഹിൽ ക്ലൈംബിൽ നാളെ വേണം ഹാർവെസ്റ്റ് എന്തോന്ന് നോക്കാൻ. അപ്പം ഹാർവെസ്റ്റ് നോക്കണമെങ്കിൽ ഇപ്പം നോക്കാൻ പറ്റില്ല. കാരണം ഇപ്പം ഫുള്ള് ലാഗ് അടിക്കുവാണ്. അതുകൊണ്ട് ഒന്നെങ്കിൽ ഗെയിംസ് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അതാണ് കുഴപ്പം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വലുതായിട്ട് മൊബൈലൊന്നും യൂസ് ചെയ്യാത്ത. കാരണം ഇന്നത്തെ ഇന്നത്തെ GB ഫുള്ള് എൻ്റെ അമ്മച്ചി കളഞ്ഞു. അപ്പം അമ്മച്ചി യൂട്യൂബിലൊക്കെ ഒത്തിരി പ്രസംഗങ്ങൾ കണ്ടു ഗൈസ്. അതുകൊണ്ട് അങ്ങനെ ഒത്തിരി GB പോയി. എന്ത് കാശ് ഗൈസ്, ലോഡാവുന്നില്ല. ക്ഷമിക്കുക ഗൈസ്. ഗൈസ്, സാധാരണ നമ്മളിങ്ങനെ റെക്കോർഡ് എടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ സ്ക്രീൻ വല്ലതും നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഫായി പോകും. അപ്പം നമ്മുടെ സ്ക്രീൻ ഓഫായി പോകുമ്പോൾ നമ്മുടെ റെക്കോർഡ് നിന്ന് പോകും. അതുകൊണ്ട് അങ്ങനെ കുറച്ച് പാടാണ്. പക്ഷേ ഇപ്പോൾ ഓഫായിരുന്നു. അപ്പം എന്നിട്ടും ആയില്ല ഗൈസ്. നമ്മൾ റാങ്ക് അപ്പായി. ഓ ഗൈസ്, നമ്മൾ ടോപ്പ് 80 ആയി. ടോപ്പ് 80 പ്ലേയേഴ്സ്. ഇനി ഗൈസ്, ഇനി ഗോൾഡ് 1 ഉണ്ട്, പിന്നെ ഒത്തിരി ഉണ്ട്. ഗോൾഡ് 2, ഗോൾഡ് 3 അങ്ങനെ ഒത്തിരി പോകാനുണ്ട് ഗൈസ്. എല്ലാം നമുക്ക് ക്ലെയിം ചെയ്യണം. കംപ്ലീറ്റ് 1 more country. ഓക്കെ ഗൈസ്, ഇത് ഈ ഒരു കൺട്രി തീർത്ത് നോക്കാം. ഗൈസ്, നമ്മൾ ചിക്കനാണ്. നമ്മുടെ ചിക്കൻ ബനാന എന്ന് പറഞ്ഞ പാട്ട് പോലെ ചിക്കനായി. നമുക്കൊരു 3% എങ്കിലും ആക്കണം ഗൈസ്. സ്കിപ്പ് വീഡിയോ ഉണ്ട് ഗൈസ്. ഓ ഗൈസ്, ലാഗ് അടിക്കുമ്പോൾ തന്നെ സ്കിപ്പ് വീഡിയോ ഒക്കെ വരും ഗൈസ്. എന്നാണ് സ്കിപ്പ് വീഡിയോ ഗൈസ്, നല്ല ആണ് സ്കിപ്പ് വീഡിയോ ഒക്കെ കിട്ടാൻ വേണ്ടി ഞാൻ കൊതിട്ട് നിൽക്കുവാണ് ഗൈസ്. ഒരുത്തന്നെ ഇവിടെ ഉണ്ട്, അവനെ നമുക്ക് കൊല്ലാം. ഓ ഗൈസ്, ബേബിയാണ്. ഓ ഗൈസ്, ജസ്റ്റ് മിസ് ഗൈസ്. ജസ്റ്റ് മിസ് ആണ്. നമ്മളിപ്പോൾ ചത്താർന്ന. നമ്മൾ 3% ആയിട്ടുണ്ട്. നമുക്ക് മറ്റുള്ളവരെ കൊല്ലാം. ടവറിൻ്റെ ലൂപ്പെല്ലാം എടുക്കാം ഗൈസ്. എനിക്കിങ്ങനെ ഞാൻ എൻ്റെ സ്ഥലം കവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരൊന്ന് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല.
ഞാൻ എപ്പോൾ കണ്ടാലും അപ്പോൾ തന്നെ ഞാൻ കൊല്ലും. ഒന്നും ഞാൻ നോക്കില്ല, അപ്പോൾ തന്നെ ഞാൻ കൊല്ലും. കഴിച്ചപ്പോൾ ആരുമില്ല, നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യാം. ഓ ഗൈസ് 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 ജസ്റ്റ് മിസ് പറഞ്ഞിട്ട് ഗൈസ് അവനിപ്പം തന്നെ കൊണ്ടായിരുന്നു. ഗൈസ് ഈ ബ്ലാക്കിനെ എനിക്കറിയാം കേട്ടോ ഗൈസ്. ഇവൻ പണ്ട് ഫസ്റ്റായിരുന്നു ഈ ഗെയിമർ. ഓ ഗൈസ് അത് നമ്മളെ കൊന്നു. 12% ആയപ്പോൾ തന്നെ നമ്മളെ കൊന്നു ഗൈസ്. നമുക്ക് 15% കിട്ടുമെന്ന് നോക്കാം. ഓ ഗൈസ് 5ആയി. ഓ യേ ഓപ്പൺ ആക്കാം ഗൈസ്. നമുക്കൊരു സ്കിൻ ഓപ്പൺ ചെയ്യാൻ തോന്നുന്നുണ്ട് ഗൈസ്. നോക്കട്ടെ. ഗൈസ് നോക്കി 6 ഓപ്പൺ ചെസ്റ്റിൻ്റെ കിട്ടി. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഗൈസ് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ തോറിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ടൊക്കെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യാറുണ്ട് ഇത് കിട്ടാൻ വേണ്ടി. അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടി ഗൈസ്. ഈ എല്ലാവരും ഭയങ്കര മണ്ടന്മാരാണ് കഴിച്ചത്. കളിക്കുന്ന മിക്കവരും മണ്ടന്മാരാണ്. പക്ഷേ നിങ്ങൾ ആണെന്നല്ല പറയുന്നത്. കാരണം മിക്കവരും ഞാനിപ്പോൾ ഉപയോഗിച്ച പോലെ മറ്റേ ഈ ഒരു സാധനം ഉപയോഗിക്കാറില്ല. ബട്ട് ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കിങ് ആവാൻ പറ്റും. പക്ഷെ മറ്റുള്ളവർ അങ്ങനെ ചെയ്യാറില്ല. ഓ ഗൈസ് 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 അമ്മച്ചി. ഓ ഗൈസ് അമ്മച്ചി അല്ല കേട്ടോ ഗൈസ്, അറിയാവർക്കാണ് ഗൈസ്. ജസ്റ്റ് സം മോർ മതി ഗൈസ്. ഓ ഗൈസ് നമുക്ക് 10 രൂപയിൽ എത്രയാണ് ഗൈസ്? $19.99 ആണ്. ഗൈസ് 4 minutes കൂടി ഉള്ളൂ. ഗൈസ് നമുക്കിതെന്താ കിട്ടാത്ത ഗൈസ്? 4 minutes കൂടി ഉള്ളു ഗൈസ്. ഗൈസ് ഭയങ്കര കഷ്ടമായിപ്പോയി. സങ്കടം വന്നിട്ട് കണ്ണ് എനിക്കിന്ന് വെള്ളമൊക്കെ വരും ഗൈസ്. കാരണം അത്രയും കഷ്ടമാണ്. കാരണം $19.99 കൊണ്ട് 75% ഓഫ് എന്ന് പറയുമ്പോൾ നല്ലതായിരിക്കും. പക്ഷേ കാണിക്കുന്നില്ല, ലാഗ് ആയതുകൊണ്ട് ഗൈസ്. കറക്റ്റ് എന്തെങ്കിലും ഒരു നല്ല സാധനം വരുമ്പോൾ തന്നെ ഗൈസ് നമുക്ക് ലാഗാവും. നമ്മുടെ കുഴപ്പം എന്തെങ്കിലും ഒരു നല്ല സാധനം വരുമ്പോൾ നമുക്ക് ലാഗായിക്കൊണ്ടിരിക്കും. എപ്പോഴും നോക്കിയാലും എന്തെങ്കിലും ഒരു നല്ല സാധനം കിട്ടുമ്പോൾ തന്നെ ലാഗാവും. പക്ഷെ ഭയങ്കര കഷ്ടമാണ്. എന്തെങ്കിലും നല്ല സാധനം വരുമ്പോൾ തന്നെ ലാഗ് അടിക്കുന്ന പറയുമ്പോൾ നിങ്ങൾ തന്നെ ഓർത്ത് നോക്കുക. ഗൈസ് ജസ്റ്റ് 3% കൂടി മതി ഗൈസ്. ഗൈസ് ഇവനാണ് നേരത്തെ നമ്മളെ കൊന്നത്. ഓ ഗൈസ് ഇവൻ എന്താണ് നമ്മൾ കറക്റ്റ്. ഓ ഗൈസ് ഇനി 2% കൂടി മതി. നമുക്ക് ആ ചെറിയ എടുക്കണം, കാരണം ചെറിയ നല്ലതാണ് ഗൈസ്. ഇതിൽ എന്തോരം റിവാർഡ്സ് ഗൈസ് എടുത്തരുന്നത് ഗൈസ്. ഇതൊക്കെ ശരിക്കും അന്യായമാണ്. പിന്നെ തോറ്റു കൊടുത്തേക്കാം. അല്ല ഒക്കെ തോറ്റു കൊടുക്കാം. നമുക്ക് ആവശ്യമില്ലാത്തൊന്നും പക്ഷേ നമുക്ക് ഗായ്സ് നമ്മൾ ക്ലെയിം ചെയ്തിരിക്കുന്നു ഗായ്സ്. സെറ്റ്. നമുക്ക് +250 സ്റ്റാർസ് കിട്ടി.
നമുക്ക് ഏറ്റവും ചെറിയ കൺട്രി എടുക്കാം. കാരണം നമുക്ക് ക്ലെയിം ചെയ്യാനുണ്ട്. അപ്പോൾ അത് ക്ലെയിം ചെയ്യണം. ഭയങ്കര സ്മോൾ കൺട്രിയാണ് ഗൈസ്. ഇങ്ങനത്തെ ചെറിയ കൺട്രിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഓ ഗൈസ്, ഹേയോ ബ്രോ, ഞാൻ നിന്നെ കൊന്നു. ഗൈസ് എനിക്കിങ്ങനെ കൊല്ലുന്നത് ഇഷ്ടമാണ്. പക്ഷെ മറ്റുള്ളവരെ ഞാൻ എപ്പോഴും കൊന്നുകൊണ്ടിരിക്കും. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഗൈസ് ഇവനൊക്കെ എന്താണ് ഗൈസ് ഇവിടെ. ഗൈസ് നമ്മൾ ഇടയ്ക്കൊക്കെ കറക്റ്റ് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് വേറെ ഒരുത്തൻ്റെ പ്ലേസ് എടുക്കാൻ പോകുമ്പോൾ തന്നെ ഞാൻ സ്വയം പോയി ചാവും. അങ്ങനത്തെ കുറച്ച് മണ്ടന്മാരുണ്ട്. ഗൈസ് ന്യൂ ബോണിനെ ഞാൻ കൊന്നു. ഞാൻ ചിലപ്പോൾ ന്യൂ ബോണിനിട്ട് ചിലപ്പോൾ ചത്തിട്ട് പിന്നെയും ജനിച്ചിട്ടായിരിക്കും. ഓ ഗൈസ് 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 ഗൈസ്, ഓ ഗൈസ് അവൻ നമ്മളെ കൊന്നു ഗൈസ്. ഓ ഗൈസ് ഇത് അർജൻറ്റീനയാണെന്ന് തോന്നുന്നു. അല്ല ഗൈസ്, അർജൻറ്റീനയല്ല ഗൈസ്. ഗൈസ് നമുക്ക് കിട്ടിയില്ല. ഓക്കെ നമ്മളെപ്പോഴും നമ്മുടെ ബെസ്റ്റ് പ്രൈസ് കിട്ടാത്തപ്പോൾ നമ്മൾ +3 കീസാണ് നിൽക്കുന്നത്. വർക്കാവുന്നില്ല. ലാഗായി ഞാൻ പറ്റില്ല. നമുക്ക് സാധാരണ ലാഗാകുമ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് എല്ലാം ക്ലിയറാണ് ചെയ്യുന്നത്. കാരണം ലാഗാകുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗൈസ് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും മാക്സിമം ഫുള്ളായിട്ട് കാണാൻ നോക്കുക.